PM ശ്രീ പദ്ധതി സംസ്ഥാനത്തെ രാഷ്ട്രീയ കളിയോ അതോ കേന്ദ്രത്തിന്റെ ചതുക്കുകയാണോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നത്. ഒടുവിൽ കേരളത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറുന്നു. അതെ, PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം ഇനി പിന്മാറില്ലെന്ന് സംസ്ഥാന സർക്കാർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. പിന്മാറിയാൽ നഷ്ടം നിസ്സാരമല്ല, കൃത്യം 2000 കോടി രൂപ. മുൻ LDF സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തള്ളിവിട്ടത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ സ്കൂളുകളുടെ നവീകരണത്തിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണിത്. എന്നാൽ സ്കൂളുകളുടെ പേരിനൊപ്പം PM ശ്രീ എന്ന് ചേർക്കണം എന്നതടക്കമുള്ള നിബന്ധനകൾ രാഷ്ട്രീയമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു മുൻ സർക്കാർ ഇതിനെ എതിർത്തത്. ഫണ്ട് വേണ്ടെന്ന് വെക്കാൻ പോലും അന്ന് ആലോചനകൾ നടന്നിരുന്നു. പക്ഷെ ഇന്ന് കസേര മാറിയപ്പോൾ കഥ മാറി. നിലവിലെ മന്ത്രിസഭയിലും പുറത്തും വ്യക്തമാക്കുന്നു, ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 2000 കോടിയോളം രൂപയുടെ കേന്ദ്രവിഹിതം പൂർണ്ണമായി നഷ്ടപ്പെടും. മുൻ സർക്കാർ എടുത്ത കടുംപിടുത്തങ്ങൾ കാരണം സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അർഹതപ്പെട്ട കോടികളാണ് മുടങ്ങിക്കിടന്നത്. മുൻ സർക്കാർ കേന്ദ്രത്തെ എതിർത്തത് വെറുതെ ഒരു രാഷ്ട്രീയ വാശിക്ക് മാത്രമായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അണിയറയിൽ പറയുന്നത് മറ്റൊന്നാണ്. കേന്ദ്രത്തിന്റെ സ്മാർട്ട് ഗെയിം ഒളിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വ്യവസ്ഥ കേന്ദ്രം നൽകുന്നത് 60% മാത്രം, ബാക്കി 40% സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. സ്കൂളിന്റെ പേര് മാറ്റണം, കേന്ദ്രത്തിന്റെ എല്ലാ സിലബസ് പരിഷ്കരണങ്ങളും അതേപടി നടപ്പാക്കണം. 2000 കോടി രൂപ കേന്ദ്രം തരും എന്ന് പറയുമ്പോഴും അതിൽ വലിയൊരു പങ്ക് സംസ്ഥാനം തന്നെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരും. അതല്ല വലിയ തമാശ. ഈ പദ്ധതി വഴി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് സ്കൂളുകൾ നവീകരിച്ചാൽ ആ സ്കൂളുകളുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര ഏജൻസികളുടെ നിബന്ധനകൾക്ക് കീഴിലാകും. അതായത് പണവും അധ്വാനവും നമ്മുടേത്, പക്ഷേ ബ്രാൻഡിംഗ് മുഴുവൻ കേന്ദ്രത്തിൻ്റെത്. മുൻ സർക്കാർ ഇതിനെതിരെയാണ് നിലകൊണ്ടത്. എന്നാൽ മന്ത്രി ഇപ്പോൾ പറയുന്നത് സർക്കാർ പ്രതിസന്ധി ഉണ്ടാക്കി എന്നാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് മറ്റൊന്നാണ്. അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ പദ്ധതിയെ വിമർശിച്ചവർ തന്നെ ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ 2000 കോടിയുടെ നഷ്ടക്കണക്ക് പറഞ്ഞ് കേന്ദ്രത്തിന് മുന്നിൽ കീഴടങ്ങുകയാണോ? ഒരു വശത്ത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പണമില്ലാതെ വലയുന്ന ഖജനാവ്, മറുവശത്ത് കേന്ദ്ര ഫണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കും എന്ന ഭയം. ഈ രണ്ടു കല്ലുകൾക്കിടയിൽ കിടന്നാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കഴിയുന്നത്. ഇവിടെ ആര് ജയിക്കും ആര് തോൽക്കും എന്നതല്ല തർക്കം, നഷ്ടം ആർക്കാണ്? മുൻ സർക്കാർ വാശി പിടിച്ചപ്പോഴും ഇപ്പോഴത്തെ സർക്കാർ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി ഫയലുകൾ ഒപ്പിടുമ്പോഴും വഴിമുട്ടുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികളുടെ പഠന സൗകര്യങ്ങളാണ്. 2000 കോടി വരണമെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം സഭയിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉഷ വിജയൻ, വിനോദ്, പ്രവീൺ കുമാർ എന്നിവർ ഉന്നയിച്ച ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകി. ഇത് ഏറ്റുപിടിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷത്ത് നിന്ന് VK സനോജ് സംസാരിക്കുകയും അതിനു മറുപടിയായി നീ ചെപ്പോ കൊണ്ടു നടന്നതും കൊല്ലിച്ചതും നീ ചെപ്പോ എന്ന കവിതയിലൊതുക്കി വിദ്യാഭ്യാസ മന്ത്രി. അധികാര കസേരകൾ മാറുമ്പോൾ നിലപാടുകൾ മാറാം, പക്ഷേ വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലേക്ക് വിട്ടുകൊടുക്കരുതെന്നാണ് പല കോണുകളിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ.